ഉണ്ടായിരുന്നു. അത് അനുസരിച്ചിട്ട് ന്യൂസ് നമ്പർ, ചാനൽ നമ്പർ 14 എല്ലാവരും ഓൺ ആക്കി തന്നെയാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് പരിഭ്രാന്തരല്ല, നമുക്ക് ഏർലി ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട്. ഓക്കെ ഓക്കെ യെസ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു അപ്ഡേഷൻ നൽകാൻ സാധിക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും മൊസാദ് പേർഷ്യൻ ഭാഷയിൽ ഇറാനിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശം ഇപ്രകാരമാണ്: ഞങ്ങളുടെ ഇറാനിയൻ സഹോദരന്മാരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കായി അതീവ സുരക്ഷിതമായ ഒരു പ്രത്യേക ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇറാന്റെ പഴയ പ്രതാപം തിരികെ കൊണ്ടുവരാം. ഭരണകൂടത്തിനെതിരായ നിങ്ങളുടെ പോരാട്ടത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. എല്ലാറ്റിലും ഉപരി നിങ്ങൾ സ്വന്തം സുരക്ഷ ശ്രദ്ധിക്കുക. അപ്പോൾ അത് വളരെ വ്യക്തമല്ലേ ശ്രീമതി സിനി? അതായത് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് അവിടുത്തെ ആ ഒരു റെജീം ചേഞ്ച് ആണ് എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള സൂചന തന്നെയല്ലേ ഇത്? ഇപ്പൊ നമുക്ക് ഇസ്രായേലി സോഴ്സിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന അറിയിപ്പ് അനുസരിച്ചിട്ട് 4 days പവർഫുൾ കോമ്പൈൻ അറ്റാക്ക് ആണ് US ആൻഡ് ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടെഹ്റാൻ വിൽ നോട്ട് ബി സീ ദി സെയിം. ടെഹ്റാൻ ഈ സെയിം ഡേ തന്നെ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്നാണ് ഈ ടൈമിൽ നമുക്ക് ഇസ്രായേലി സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിയിപ്പ്. 4 days പവർഫുൾ കമ്പൈൻഡ് അറ്റാക്ക് ആണ് ഇസ്രായേലും അമേരിക്കയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നിമിഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുന്നത് ടെഹ്റാൻ, ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ടെഹ്റാൻ, ഒപ്പം തന്നെ ഇസ്ഫഹാൻ, ഒപ്പം തന്നെ കറാജ്, ഒപ്പം തന്നെ കർമൻഷ തുടങ്ങിയ നഗരങ്ങളിൽ വലിയ